ഡൽഹിയിൽ തോറ്റ അരവിന്ദ് കെജ്രിവാൾ ഇനി എന്തു ചെയ്യും? അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്ത്? ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ വമ്പൻ ഒരു ട്വിസ്റ്റ് നടന്നിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലെ മുഖ്യമന്ത്രിയാകും എന്ന സൂചന നൽകിക്കൊണ്ട് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടി മാത്രമല്ല, പഞ്ചാബിലെ കോൺഗ്രസ് പാർട്ടിയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലെ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുന്നു. ലൂധിയാന സീറ്റിൽ നിന്ന് അദ്ദേഹം മത്സരിക്കും. ആം ആദ്മി എംഎൽഎയുടെ മരണത്തെ തുടർന്ന് ലൂധിയാന സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആം ആദ്മിയുടെ തട്ടകമാണ് ലൂധിയാന സീറ്റ്. ഇവിടെ നിന്ന് അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കും എന്നാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന വിവരം. പഞ്ചാബിലെ കോൺഗ്രസ് പാർട്ടിയും പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയും ഇതേക്കുറിച്ച് സ്ഥിരീകരണം നടത്തിക്കഴിഞ്ഞു. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പഞ്ചാബിൽ സംരക്ഷിക്കും എന്നാണ്. സാധാരണ പഞ്ചാബിൽ സിഖ് വിഭാഗക്കാരല്ലാതെ മറ്റ് വിഭാഗക്കാർ മുഖ്യമന്ത്രിയാവുക പതിവല്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഒരു ഇളവ് നൽകാൻ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസും ഇതുതന്നെയാണ് പറയുന്നത്. അധികാരമില്ലാതെ അരവിന്ദ് കെജ്രിവാളിന് മുന്നോട്ട് പോകാൻ ആവില്ല. അധികാരമില്ലാതെ ആം ആദ്മി പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ ആവില്ല. ഇന്ത്യ ആകെ ഉറ്റുനോക്കിയ ഒരു തരംഗമാണ് ഡൽഹിയിൽ ഇന്ന് അവസാനിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ തരംഗം. ഇന്ത്യ ഒട്ടാകെ ആം ആദ്മി പാർട്ടിയുടെ വളർച്ച കണ്ട് അത്ഭുതം കൂറി. ആ തരംഗമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ആ തരംഗം അവസാനിച്ചതോടുകൂടി പുതിയ മേഖലകൾ തേടുകയാണ് അരവിന്ദ് കെജ്രിവാൾ. പഞ്ചാബിൽ ഇപ്പോൾ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഭരിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന് പഞ്ചാബിലെ മുഖ്യമന്ത്രിയാകാൻ എളുപ്പമാണ്. ചെറിയ നിയമ തടസ്സങ്ങൾ മാത്രം. കാരണം ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് താമസം മാറ്റണം, അവിടെയുള്ള മേൽവിലാസം എടുക്കണം, അങ്ങനെയുള്ള ചെറിയ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. ആം ആദ്മി പാർട്ടി മത്സരിച്ച് ജയിച്ച ലൂധിയാനയിൽ ആ എംഎൽഎ മരണമടഞ്ഞതിനെ തുടർന്ന് ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ലൂധിയാന എന്ന ആം ആദ്മി പാർട്ടിയുടെ തട്ടകത്ത് അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തകർന്നടിഞ്ഞതോടുകൂടി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടയ്ക്കാനുള്ള നീക്കം, പല തരത്തിലുള്ള അഴിമതി കേസുകളുടെ പേരിൽ ജയിലിലടയ്ക്കാനുള്ള നീക്കം BJP നടത്തുന്നു. ഇതൊക്കെ ആം ആദ്മി പാർട്ടിയെ നശിപ്പിക്കാനുള്ള തീരുമാനമാണെന്ന് ആം ആദ്മി പാർട്ടി തിരിച്ചറിയുന്നു. അധികാരമില്ലെങ്കിൽ നിലനിൽക്കാൻ പ്രയാസമാണെന്ന സത്യവും ആം ആദ്മി പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായ ഒരു നീക്കമാണ് ആം ആദ്മി പാർട്ടി നടത്തിയിരിക്കുന്നത്. ശക്തമായ ബുദ്ധിപരമായ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം. അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ മുഖ്യമന്ത്രി ആകുമെങ്കിൽ അത് വലിയ ഒരു കരുത്ത് ആം ആദ്മി പാർട്ടിക്ക് പകരും എന്നുള്ളതിൽ ഒരു സംശയവും